ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ 100% ലൈവ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം വന്നിരിക്കും. ആ ലൈവ് റിപ്പോർട്ട് എങ്ങനെ കറക്റ്റായിട്ട് എഴുതണമെന്നും ഫുൾ മാർക്ക് വാങ്ങാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ലൈവ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് പഠിക്കാം. അതിന് ഫോർമാറ്റ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമാറ്റ് തെറ്റിച്ചാൽ മാർക്ക് പോകും കേട്ടോ. ഫോർമാറ്റ് ഫസ്റ്റ് വേണ്ടത് ടൈറ്റിൽ അഥവാ ഹെഡിങ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ ടൈറ്റിൽ ഹെഡിങ് എഴുതുക? ലൈവ് റിപ്പോർട്ട് എന്ന് എഴുതുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക? കുത്തുകുത്ത് എഴുതുക, എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണേ. എന്നിട്ട് എന്തിനെ പറ്റിയിട്ടുള്ള ലൈവ് റിപ്പോർട്ടാണെന്ന് കൊടുക്കുക. അപ്പോൾ സ്കൂൾ ബുക്ക് ഫെയർ ഇനോഗ്രേഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. എന്താണ് ആ ഒരു എന്തോ ഒരു ഇവൻ്റ്, എന്തോ ഒരു പരിപാടിയായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ പരിപാടി എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതുക. വലുതായിട്ടൊന്നും എഴുതണം, ചെറുതായിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് വേണ്ടതാണ് ഗ്രീറ്റിംഗ് വേണം. ഗുഡ് മോർണിംഗ്, മിക്ക സമയത്തും ഗുഡ് മോർണിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഗുഡ് ഈവനിങ് ആയിരിക്കും. ഗുഡ് ഈവനിങ് ആണ് ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അതിനുശേഷം ഒരു കോമ എഴുതുക കേട്ടോ. ഫുൾ സ്റ്റോപ്പിന് വരെ കോമ എഴുതും. ഫുൾ സ്റ്റോപ്പ് എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാം ലൈവായിട്ട് പറയണം. ഇന്നലെ നടന്നു, ഇറ്റ് ഹാപ്പൻ യെസ്റ്റർഡേ എന്നൊന്നല്ല പറയേണ്ടത്. ഇത് പത്രത്തിൻ്റെ റിപ്പോർട്ടിംഗ് അല്ല. പത്രത്തിൽ പറയുമ്പോൾ ഇന്നലെ എന്താണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് നടന്നു എന്നൊക്കെ പറയാം. ഇത് ലൈവായിട്ട് നമ്മൾ ടി വിയിൽ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ എല്ലാം ലൈവായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? വി ആർ ലൈവ് ഫ്രം GUPS വഴിയോരം. വി ആർ ലൈവ് എന്ന് പറഞ്ഞ് എപ്പോഴും തുടങ്ങണം. നമ്മൾ ലൈവാന്ന് പറയേണ്ട എല്ലാവരോടും. വേർ ദ സ്കൂൾ ബുക്ക് ഫെയർ ഹാസ് ജസ്റ്റ് ബീൻ ഇനോഗ്രേറ്റഡ്. ഇവിടെ സ്കൂൾ ബുക്ക് ഫെയർ ജസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം കുറച്ച് വായിക്കാം ചോദ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ എല്ലാം അപ്പം സംഭവിക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് സംസാരിക്കേണ്ടത്, മൊത്തം എഴുതേണ്ട. നമുക്ക് നോക്കാം. അവസാനം എന്ത് വേണം? ഒരു ക്ലോസിംഗ് വേണം. ബേസിക്കലി എന്ത് ചെയ്താൽ മതി? താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ മതി. സിമ്പിൾ. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്തതിൽ മാർക്ക് കിട്ടില്ല. ഇനി പരീക്ഷയിൽ എങ്ങനെ ചോദ്യം വരിക? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. നമുക്ക് ചെയ്തു നോക്കാം അതിൻ്റെ ഉത്തരം. ലൈവ് റിപ്പോർട്ട്. ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രവേശനോത്സവം. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദി പ്രവേശനോത്സവം യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ കുറേ ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ് ഒക്കെ ഉണ്ട്, കുറേ ഡെക്കറേഷൻ ഉണ്ട്. ചിൽഡ്രൻ ആൻഡ് പാരൻസ് സീറ്റഡ് ഇൻ റോസ്. ചിൽഡ്രനും പേരൻസും അവിടെ ഇരിപ്പുണ്ട്, കസേര ഇരിപ്പുണ്ട്. ക്ലാസ് 1 സ്റ്റുഡൻസ് ഫ്രണ്ടിലാണുള്ളത്. പിന്നെ MLA വരുന്നു. മേളം ഉണ്ടാവുന്നു. MLA വരുമ്പം HM ഹെഡ് മാസ്റ്റർ വെൽക്കം ചെയ്യുന്നു. MLA വെൽക്കം ചെയ്യുന്നു. MLA ലൈറ്റ്സ് എല്ലാം ദീപം കൊളുത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈവ് റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? അപ്പോൾ വെറുതെ കൂടെ എഴുതി തുടങ്ങിയാൽ പോരാ, ഫോർമാറ്റ് വേണം. ഫോർമാറ്റിൽ ആദ്യം വേണ്ട എന്താണ്? ടൈറ്റിൽ അഥവാ ഹെഡിങ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് വേണം. അപ്പോൾ എങ്ങനെ എഴുതുക? ലൈവ് റിപ്പോർട്ടിന് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, കുത്തുകുത്ത് ഇടുക. എന്താണ്? പ്രവേശനോത്സവം അല്ലേ. അപ്പോൾ പ്രവേശനോത്സവം എന്ന് എഴുതിയാൽ മതി. എന്തിനെ പറ്റിയിട്ടുള്ള ലൈവ് റിപ്പോർട്ടാണ്? പ്രവേശനോത്സവത്തിന് പറ്റിയിട്ടാണ്. അത് എഴുതി വെക്കുക. പിന്നെ ഗ്രീറ്റിംഗ് വേണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കോമ ഇടുക, അല്ലെ ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? വി ആർ ലൈവ് ഫ്രം അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നിന്നല്ലേ. അപ്പോൾ വി ആർ ലൈവ് ഫ്രം അവർ സ്കൂൾ. അവിടെ സ്കൂളിൽ എന്താ ഉള്ളത്? വേർ ദ പ്രവേശനോത്സവം ഇസ് ടേക്കിംഗ് പ്ലേസ്, അല്ലെ ഇസ് ഹാപ്പനിങ്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഹിന്ദിൽ കൊടുത്ത ഡീറ്റെയിൽസ് പറയാം. ദ സ്കൂൾ ഇസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് അല്ലേ ആൻഡ് റിബൺസ്. ദ ചിൽഡ്രൻ ആൻഡ് പാരൻസ് ആർ സീറ്റഡ് ഇൻ റോസ്. അതൊക്കെ സെന്റൻസ് ആക്കിയാൽ മതി. ഇവിടെ കൊടുത്ത ഹിൻഡൊക്കെ ഒന്ന് സെന്റൻസിലേക്ക് ആക്കിയാൽ മതി. ഹിൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഹിൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിക്കുക അല്ലേ. അത്രേ ഉള്ളൂ. The children and parents are seated in rows. The class 1 students are sitting in the front row. The MLA has arrived. അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യമല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA has arrived. MLA വന്നിരിക്കുന്നു. ആൻഡ് ചെണ്ടമേളം ഹാസ് ബിഗൺ. എല്ലാം അവിടെ സംഭവിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ പറയണം. ചെണ്ടമേളം ബിഗാൻ യെസ്റ്റർഡേ ഒന്നും പറയാൻ പറ്റില്ല. ബിഗൺ അല്ലെ ബിഗിൻസ് എന്നും പറയാം. ചെണ്ടമേളം ബിഗിൻസ്. ഓക്കെ. The headmaster welcomes the MLA. ഹെഡ് മാസ്റ്റർ MLA വെൽക്കം ചെയ്യുന്നു. നൗ ദി MLA is lighting the lamp. MLA ലാമ്പ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദീപം കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റിംഗ് ദ ലാമ്പ് എന്ന് പറയണം. എവ്രി വൺ ലുക്സ് വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. താങ്ക് യു. ഇത്ര മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് 1-2 സെൻറ്റൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഹിൻഡ് കൊടുത്തിട്ട് ആ ഹിൻഡിലുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവണം. എന്നിട്ട് അവസാനം ഒരു താങ്ക് യു കൂടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കിയാലോ? പരീക്ഷയിൽ വേറെ രീതിയിൽ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യും? It is a day of the annual talent show at Chibi School. You are among the audience. Chibi is surprising the people with his performance. Prepare a live report. The hints are given below.
ദ ഹോൾ ഈസ് ക്രൗഡഡ്, ഹോൾ ഭയങ്കര ക്രൗഡഡ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. ചിൽഡ്രൻ പെർഫോം, കുറേ കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് ചിയേഴ്സ് ദം അപ്പ്, എല്ലാവരും ചിയർ ചെയ്യുന്നുണ്ട്, ക്ലാപ്പ് അടിക്കുന്നുണ്ട്. മിസ്റ്റർ ഇസോബി അനൗൺസസ് ദി നെക്സ്റ്റ് ചൈൽഡ്, അടുത്ത കുട്ടിയെ മിസ്റ്റർ ഇസോബി അനൗൺസ് ചെയ്യുന്നു. ചിബിയാണ് വരുന്നത്. ചിബി അപ്പിയേഴ്സ് ഓൺ ദി സ്റ്റേജ്, ഇമിറ്റേറ്റ് ക്രൈസ് ഓഫ് ക്രോസ്, കാക്കകളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നു. ചിബി സർപ്രൈസസ് എവരി വൺ, എല്ലാവരും സർപ്രൈസ്ഡ് ആവുന്നു, ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ TV റിപ്പോർട്ടിൽ അഥവാ ലൈവ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് വീണ്ടും ഹെഡിങ് വേണം, ലൈവ് റിപ്പോർട്ട്, ആനുവൽ ടാലൻറ്റ് ഷോ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഇവിടെ പോയി ആനുവൽ ടാലൻറ്റ് ഷോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെയിം സാധനം എഴുതി വെക്കുക, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ഗ്രീറ്റിംഗ് പറയുക, കുത്തല്ലേ ഫുൾ സ്റ്റോപ്പ് ഇടുക, അല്ല ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കോമി ആണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് പറയുക വി ആർ ലൈവ് ഫ്രം, എവിടെയാണ്? ചിബി സ്കൂൾ, അല്ലെങ്കിൽ ഫ്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. വി ആർ ലൈവ് ഫ്രം സ്കൂൾ എന്ന് പറയാം. അവിടെ എന്താ നടക്കുന്നത് അത് പറഞ്ഞു കേട്ടോ. അടുത്ത വേർ ദി ആനുവൽ ടാലൻറ്റ് ഷോ ഈസ് ടേക്കിംഗ് പ്ലേസ്, അല്ലെ ഈസ് ഹാപ്പനിങ്. അപ്പോൾ എപ്പോഴും വി ആർ ലൈവ് ഫ്രം സ്ഥലം പറയുക, അവിടെ എന്താ സംഭവിക്കുന്നത്, വേർ ദിസ് ഇവന്റ് ഈസ് ഹാപ്പനിങ്, ആനുവൽ ടാലൻറ്റ് ഷോ ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ പ്രവേശനോത്സവം ഈസ് ഹാപ്പനിങ്, അല്ലെ ഈസ് ടേക്കിംഗ് പ്ലേസ്, അത് പറയാം. പിന്നെ നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെൻറ്റൻസുകളാക്കിയാൽ മതി അല്ലേ. ദി ഹോൾ ഈസ് ക്രൗഡഡ്, ഒക്കെ ഹിന്ദിയിൽ പറയുന്ന കാര്യം തന്നെയാണ് അല്ലേ, ഹോൾ ഈസ് ക്രൗഡഡ്. പിന്നെ ചിൽഡ്രൻ പെർഫോം, അതൊക്കെ നമ്മൾ ഒന്ന് സെൻറ്റൻസ് ആക്കുക അല്ലേ. ഇവിടെ പോയി മെനി ചിൽഡ്രൻ ആർ പെർഫോമിങ്, കുട്ടികൾ പെർഫോം ചെയ്യുന്നു. ദി ഓഡിയൻസ് ഈസ് ചിയറിംഗ് ദം, ഓഡിയൻസ് അതിനെ ചിയർ ചെയ്യുന്നു അല്ലേ. നൗ മിസ്റ്റർ ഇസോബി അനൗൺസസ് ദി നെക്സ്റ്റ് ചൈൽഡ്, മിസ്റ്റർ അനൗൺസ് ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഈസ് അനൗൺസിംഗ് എന്നും പറയാം, ഈസ് അനൗൺസിംഗ് ദി നെക്സ്റ്റ് ചൈൽഡ് എന്നും പറയാം. ചിബി അപ്പിയേഴ്സ് ഓൺ ദി സ്റ്റേജ്, ചിബി സ്റ്റേജിൽ വരുന്നു. ഹി ഇമിറ്റേറ്റ്സ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്, മദർ ക്രോസ് ആൻഡ് ഫാദർ ക്രോസ്. അപ്പോൾ ചാപ്റ്റർ പഠിച്ചവരാണ് അറിയാം. കുഞ്ഞു ക്രോവിൻ്റെയും അമ്മ ക്രോവിൻ്റെയും അച്ഛൻ ക്രോവിൻ്റെയും ഒക്കെ ശബ്ദം കാണിക്കുകയാണ്, വേറെ ശബ്ദങ്ങൾ കാണിക്കുകയാണ്. ഹി ഓൾസോ ഇമിറ്റേറ്റ്സ് ദ ക്രൈസ് ഓഫ് ഹാപ്പി ആൻഡ് സാഡ് ക്രോസ്, ഹാപ്പി ക്രോസും സാഡ് ക്രോസിൻ്റെ ശബ്ദവും കേൾപ്പിക്കുന്നു. ഹിസ് വണ്ടർഫുൾ പെർഫോമൻസ് സർപ്രൈസസ് എവരി വൺ. അത് ഹിന്ദിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹിന്ദിൽ കൊടുത്ത കാര്യം മാത്രം എഴുതാൻ പാടുള്ളൂന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ചേർക്കാം, ഓർമ്മയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആവുന്നു അല്ലേ. ദ ഓഡിയൻസ് ആർ സർപ്രൈസ്ഡ്, അല്ലെങ്കിൽ ഹിസ് വണ്ടർഫുൾ പെർഫോമൻസ് സർപ്രൈസസ് എവരി വൺ. ദ പീപ്പിൾ ആർ ക്ലാപ്പിംഗ് ഫോർ ഹിം, താങ്ക് യു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ മറക്കരുത്. വെറുതെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങരുത്. ഈ ഫോർമാറ്റിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ലൈവ് റിപ്പോർട്ടിൽ നിന്ന് മക്കളെ എന്ത് ചോദ്യം വന്നാലും, ഇതേ ചോദ്യങ്ങളല്ല പരീക്ഷയിൽ വരിക, വേറെ ചോദ്യങ്ങളായിരിക്കും വരിക. പക്ഷേ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പോൾ നാളത്തെ പരീക്ഷയിൽ ഈ ലൈവ് റിപ്പോർട്ട് വന്നാൽ നിങ്ങൾ പൊളിക്കില്ലേ, തകർക്കണം. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇംഗ്ലീഷ് എക്സാം.